നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സൊന്ന് ഇളക്കിയാൽ അവരുടെ യഥാർത്ഥ ഹൃദയം പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുക. അത് വെറുതെ വെച്ചാൽ അനങ്ങാതെ ശാന്തമായി ഇരിക്കും. അതിനൊരു മാറ്റവും വരികയില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ചിലപ്പോൾ ഭംഗിയൊക്കെ കാണും. നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. ആ കുപ്പിയിൽ ഇങ്ങനെ ഇളകാതെ ശാന്തമായിരിക്കുന്ന ജലം. പക്ഷേ ആ കുപ്പി ഒന്ന് ഇളക്കുക, അപ്പോൾ ആ വെള്ളത്തിൽ അനങ്ങാതെ കിടക്കുന്നതെല്ലാം കലങ്ങി മറിഞ്ഞ് പൊന്തി വരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശാന്തമായി ഇരുന്ന ആ വെള്ളത്തിൽ ഉണ്ടായിരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഉണ്ടായിരുന്നതെല്ലാം കലങ്ങി മറിഞ്ഞ് വരുമ്പോഴാണ് ആ വെള്ളത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് യഥാർത്ഥ സ്നേഹമാണോ നിങ്ങളോട്, ആത്മാർത്ഥ സ്നേഹമാണോ അതോ അഭിനയ സ്നേഹമാണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി ഇടയ്ക്കിടയ്ക്ക് അവരുടെ ചെറിയ തെറ്റുകൾ, ചെറിയ കുറ്റങ്ങളൊക്കെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ അറിയാം അവരുടെ തനി സ്വഭാവം. അവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരും. അത് ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ അത് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തലായിട്ടോ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കലായിട്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ അവരുടെ ഉള്ളിലുള്ള എല്ലാം പുറത്തേക്ക് വരും. കലങ്ങാതെ ഇരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ഹൃദയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ, നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ നമ്മളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ അവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പുറത്തെടുക്കുകയും തനി സ്വഭാവം പുറത്തെടുക്കുകയും അവരുടെ ഉള്ളിൽ സ്നേഹമാണോ ഉള്ളത്, വെറുപ്പാണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളോട് യഥാർത്ഥ സ്നേഹമാണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതനുസരിച്ച് അവരെ വിലയിരുത്തിയില്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. അവസാനം എല്ലാം തകർന്ന ഒരവസ്ഥയിലെത്തിയും. ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നാൽ നിങ്ങൾ വിജയിച്ചവരായി തീരും. ആ വ്യക്തിയെ പൂർണ്ണമായും പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പരാജയമായിരിക്കും ഫലം. നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ഉൾക്കൊള്ളും. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും അതൊന്നും അവർക്ക് യാതൊരു പ്രശ്നമായി മാറത്തില്ല. കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്. അതാണ് അതിന് കാരണം. അത് അവരുടെ ചെറിയ ചെറിയ കുറ്റങ്ങളാവാം, തെറ്റുകളാവാം, അങ്ങനെ ഏതും പറഞ്ഞാലും അവർ ഉൾക്കൊള്ളും. യാതൊരു ഭാവഭേദവും അവർക്കുണ്ടാകത്തില്ല. അത് മുഖാന്തരം അവർക്ക് യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കുന്നതായി കാണുന്നില്ല. ഇതാണ് യഥാർത്ഥ സ്നേഹമുള്ളവരുടെ ഒരു യഥാർത്ഥ അവസ്ഥ. അതായത് ഹൃദയത്തിൻ്റെ അവസ്ഥ. ഏതവസരത്തിലും നിങ്ങളോട് യോജിച്ചു പോകാൻ കഴിയുന്ന ഒരവസ്ഥ. പക്ഷെ നിങ്ങളോട് സ്നേഹമില്ലാത്തവർ പെട്ടെന്ന് നിങ്ങളോട് പിണങ്ങി മാറുന്നതായി കാണാം, അല്ലെങ്കിൽ അവർ അകലുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഹൃദയത്തിൽ സ്നേഹമുള്ളവർ അകലില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊന്നും ഇഷ്ടമില്ലാതെ വരുമ്പോൾ നിങ്ങളോട് ഒരു അഭിനയ സ്നേഹം മാത്രമായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് നിങ്ങളെ വിട്ടകന്നു പോകുന്നതായി കാണാവുന്നതാണ്. അല്ലെങ്കിൽ മിണ്ടാതെ നടക്കുന്നതായി കാണാവുന്നതാണ്. ഫോണിൽ മെസ്സേജ് അയക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതായി കാണാവുന്നതാണ്. അവർക്ക് അത്രയേ നിങ്ങളോട് സ്നേഹമുള്ളൂ. നിങ്ങളെ അത്രയേ അവർ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട് എന്ന്. ഇങ്ങനെയുള്ളവരെയൊന്നും ഒരിക്കലും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇവരൊക്കെ വെറും തട്ടിപ്പുകാരാണെന്ന് അറിഞ്ഞിരിക്കണം. അവർ വിദഗ്ധമായി സ്നേഹം അഭിനയിച്ച് നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് തെളിവ് വേണം? നിങ്ങളെ അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുമായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റ് സ്നേഹമുണ്ടായിട്ടല്ല, വെറുതെ ഒരു ടൈം പാസ് മാത്രമായിരുന്നു. ഇങ്ങനെയുള്ളവരുടെ ഒന്നും ചതിയിൽ വീണ് നിങ്ങൾ സ്വയം തകരാതിരിക്കുക. ഇങ്ങനെയുള്ളവരെയൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. നിങ്ങൾ വിചാരിക്കും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ സ്നേഹത്തിൻ്റെതായ ലെവലിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ അവരുടെ താൽക്കാലിക ഒരു ആശ്വാസം അല്ലെങ്കിൽ താൽക്കാലികമായൊരു സ്നേഹം എപ്പോൾ വേണമെങ്കിലും അവർക്ക് പോവാം എന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ നിങ്ങളെ യാതൊരു വിധത്തിലും സ്നേഹത്തിൻ്റെ അവസ്ഥയിലല്ല അവർ കാണുന്നത്. വെറുതെ ജസ്റ്റ് ഒരു പരിചയം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ലെവലിൽ കണ്ടുകൊണ്ട് കുറച്ചുനാൾ കഴിയുമ്പോൾ പോവാം. യഥാർത്ഥത്തിൽ ഹൃദയത്തിലുള്ള സ്നേഹം ഉണ്ടായിട്ടല്ല നിങ്ങളുടെ പുറകെ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളോട് ഇടപെടുന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ സമയങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയരുത് ഇങ്ങനെയുള്ളവരുടെ പുറകെയൊക്കെ നടന്ന്. യഥാർത്ഥ സ്നേഹമുള്ളവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുക. അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സമയങ്ങൾ ചിലവഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പടുകുഴിയിൽ വീണ് പരാജയപ്പെട്ട് തകർന്ന് നിരാശരായിത്തീരും. നിങ്ങളുടെ ജീവിതം കഷ്ടത്തിലായിത്തീരും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.